വിനോദസഞ്ചാരത്തിനും ഉൽപാദന വരുമാന വർധനവിനും ഊന്നൽ നൽകി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. കാടുമൂടി കിടക്കുന്ന ചിറ്റുമല ചിറ നവീകരിക്കാൻ 1 കോടി രൂപ വകയിരുത്തി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ് ഭവന പദ്ധതി എന്നിവയ്ക്കും തുക വകയിരുത്തി. ഏറെ വർഷങ്ങളായി കൃഷി ചെയ്യാതെ കാടുമൂടി കിടക്കുന്ന ചിറ്റുമല ചിറ നവീകരിച്ച് വിവിധ വകുപ്പുകളുടെയും നവകേരള മിഷൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത പദ്ധതിയായി നടപ്പാക്കുന്നതിന് ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി. ഈ വർഷം തന്നെ പദ്ധതി നടപ്പാക്കി കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉപവനം എന്ന പദ്ധതിയിലൂടെ തുടക്കം കുറിക്കും. പച്ചക്കറി കൃഷിയിൽ ചിറ്റുമല ബ്ലോക്കിനെ സ്വയം പര്യാപ്തതയിലെത്തിക്കുന്നതിനും സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ വരുമാന വർധനവിനും മുൻഗണന നൽകിയുള്ള പദ്ധതികളാണ് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബി ദിനേശാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ഭരണസമിതി 2023-24 ബജറ്റിൽ വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു. 2023-24 പദ്ധതി വിഹിതത്തിൽ ഏകദേശം 41% തുക നാളിതുവരെ ചെലവഴിക്കുന്നതിന് സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണം നിർഭവമായി ലഭിക്കുന്ന എന്ന പ്രത്യേക പരാമർശിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങളിലും ഗ്രാമപഞ്ചായത്ത് സഹകരണം അഭ്യർത്ഥിക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന സവിശേഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നവകേരളം കെട്ടിപ്പടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ഈ ബജറ്റ് മുൻഗണന നൽകുന്നു. വേറിട്ട പ്രവർത്തനങ്ങളുടെ ജനസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന പെരുമ നേടിയിട്ടുള്ള ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ ചിട്ടായ പ്രവർത്തനങ്ങളുടെ ISO അംഗീകാരം നേടിയിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിവ്യ ജയകുമാർ, സരസ്വതി രാമചന്ദ്രൻ, മിനി സൂര്യകുമാർ, ഉമാദേവി അമ്മ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ M അനിൽകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IM ഇജീന്ദ്രലേഖ, സെക്രട്ടറി ഇൻചാർജ് L ലീന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MS അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണസമിതിയുടെ 4ാമത്തെ ബഡ്ജറ്റാണ് ഫെബ്രുവരി മാസം 9-ാം തീയതി ഇവിടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് മനോഹരമായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടൂറിസം വികസനത്തിനും ലൈഫ് മിഷൻ പദ്ധതിക്കും ഉൽപാദന മേഖലയ്ക്കും മറ്റ് ഇതര ഘടക വിഭാഗങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.